നീറ്റ് പുനഃപരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടെന്ന് സമ്മതിച്ച് NTA വിദ്യാർത്ഥികൾക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുന്നു എന്നാണ് വിശദീകരണം. ഇതുവരെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായത് 4 ലക്ഷം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത് 22 ലക്ഷം പേരാണ്. ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ഇന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വിവരങ്ങളുമായി ശരത് ലാൽ തന്നെയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്നും. ശരത്, ഇതൊരു തമാശയായി മാറുകയാണല്ലോ. എല്ലാ തവണയും ഇവർക്ക് എപ്പോഴും സാങ്കേതിക പിഴവുകളാണ് ഈ സൈറ്റുമായൊക്കെ സംബന്ധിച്ച്. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇത് NTAക്ക് ഖേദം പ്രകടിപ്പിക്കാനുള്ള നേരമേ ഇപ്പോഴുള്ളൂ എന്ന നിലയ്ക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ഇതുവരെ 4 ലക്ഷം കുട്ടികൾക്കാണ് ഈ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായത്. 22 ലക്ഷം പേരാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീണ്ടും വലിയൊരു അനാസ്ഥയിലേക്കും വീഴ്ചയിലേക്കുമാണോ നിലവിൽ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്? ശ്യാമിലി, അതുതന്നെയാണ് ശ്യാമിലി സൂചിപ്പിച്ച പോലെ തന്നെയാണ് NTAയുടെ പരീക്ഷ നടത്തിപ്പ് വീണ്ടും അവതാളത്തിലേക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് ആശങ്കയിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നു എന്ന് തന്നെ ഏറ്റവും ഒടുവിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിലും പ്രിന്റ് ചെയ്യുന്നതിലും അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ, അത് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ തടസ്സങ്ങൾ പരിഹരിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ NTA വ്യക്തമാക്കുന്നത് തടസ്സങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുകൂടിയാണ്. തടസ്സങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ വീഴ്ചയുണ്ടായി എന്ന് പറയാതെ പറയുകയാണ് NTA. ഏതായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം വളരെ ആശങ്കയുള്ളതാണ്. കാരണം പരീക്ഷയോ റദ്ദു ചെയ്യപ്പെട്ടു. പുനഃപരീക്ഷയിലെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതിലുള്ള കാലതാമസം, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ കുട്ടികൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സാമിലി സൂചിപ്പിച്ച പോലെ ഇതൊരു തമാശയായിട്ട് NTA മാറ്റിയിരിക്കുന്നു എന്ന സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇത്രത്തോളം അഡ്മിറ്റ് കാർഡുകൾ ഉണ്ടാകുമെന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയിപ്പ് നൽകിയാൽ കൂട്ടത്തോടെ തന്നെ വിദ്യാർത്ഥികൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുമെന്നും വളരെ വ്യക്തമായി അറിയുന്ന NTAക്കാണ് അതിനുള്ള മുൻകരുതൽ എടുക്കുന്നതിൽ പാളിച്ച പറ്റിയത്. ഏതായാലും അത്തരം ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ പാളിച്ച പറ്റി എന്ന് NTA പത്രക്കുറിപ്പിൽ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു. ശ്യാമിലി.